The days of 3 Wednesdays are even numbers. 23rd ഏത് ദിവസമായിരിക്കുമെന്നാണ് ചോദ്യം. അപ്പോ ഹോസ്റ്റേ കുട്ടി ബെല്ലിയ ഒന്ന് വായിക്കാമോ? In a particular month, the days of 3 Wednesdays are even number. Which day is 23rd? 23rd of that month എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവിടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഈവൻ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2-ലാണ്. 2-ാം തീയതിയാണ് ആ ഈവൻ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 Wednesdays are even numbers. 2-ാം തീയതി വെനസ്ഡേ ആയിരിക്കണം. കാരണം ഈവൻ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2-ലാണ്. നമ്മൾ സ്റ്റാർട്ടിങ് ഈവൻ നമ്പർ 2-ആണ്. 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ 9-ാം തീയതി ബുധനാഴ്ച തന്നെയായിരിക്കും. 16-ാം തീയതി ബുധനാഴ്ചയാണ്. 23-ാം തീയതി വെനസ്ഡേ ആണ്. 30-ാം തീയതി വെനസ്ഡേ ആണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ 2-ാം തീയതി 2 ഈവൻ നമ്പർ, 16 ഈവൻ നമ്പർ, 30th ഈവൻ നമ്പർ, 2, 16, 30 ഇതൊക്കെ ഈവൻ നമ്പേഴ്സ് ആണ്. ചോദ്യം ഇതാണ്, 23-ാം തീയതി ഏത് ദിവസമാണെന്നാണ്. എത്ര കുട്ടികൾ വെനസ്ഡേ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്? പറയൂ. വെനസ്ഡേ ആണ് ശരി. കുറെ കുട്ടികൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. കോഹോസ്റ്റായ കുട്ടികൾക്ക് പുറമെ മറ്റു കുട്ടികൾക്കും പറയാം. കൂടെ ഇരിക്കുന്ന പേരൻസ് ആണ് പറയേണ്ടത്. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഇപ്പൊ ചോദിക്കണം, കാരണം നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി ചുരുങ്ങിയ ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആക്കി തരാം. ക്ലിയർ ആയിട്ടുണ്ട്. ഓ, സ്റ്റാർട്ടിങ്ങിൽ എത്താൻ കാരണം കേൾക്കാമോ? എന്താ നിങ്ങളെ കുട്ടിയുടെ പേര്? കുട്ടിയുടെ പേരെന്താ? ആ, ഏത് സ്കൂളാ? ആംഗ്ലോ ഇന്ത്യൻ. അതായത് ഈവൻ നമ്പേഴ്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന 2-ലല്ലേ? അപ്പൊ 2-ൽ സ്റ്റാർട്ട് ചെയ്തെങ്കിലേ മതിയാവും, എന്നാലും 3 കിട്ടും. 3 ഈവൻ നമ്പർ കിട്ടണമെങ്കിൽ 2 സ്റ്റാർട്ട് ചെയ്യണം. ആ, 2 വെനസ്ഡേ ഉള്ളതെന്നാകുമ്പോ 3 Wednesdays are even numbers അല്ലേ കൊടുത്തിരിക്കുന്നത്? 3 Wednesdays are even numbers കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പൊ ക്ലിയർ ആയി? ഓക്കെ, വെരി ഗുഡ്. എനിക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. IC ഇത് റോമൻ നമ്പറാണ്. ഈ റോമൻ നമ്പറിനെ സൂചിപ്പിക്കുന്ന നമ്പർ ഏതാണ്? പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ. പെട്ടെന്ന് 99 is the right answer. 11:05 PM വിളിച്ചു പറയരുത്, ആൻസർ ടൈപ്പ് ചെയ്താൽ മതി. 11:05 PM അല്ല, AM ആണ്. സോറി, AM. 11:05 AM. 11:05 AM സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടഡ് ഫ്രം കോട്ടയം. സ്റ്റാർട്ടഡ് ഫ്രം കോട്ടയം. കോട്ടയത്ത് നിന്ന് 11:05 സ്റ്റാർട്ട് ചെയ്തു. ആരാണ്? ഒരു ബസ്സാ സ്റ്റാർട്ട് ചെയ്തത്. എ ബസ്. ആ ബസ് ആഫ്റ്റർ 8 hours 8 മണിക്കൂറും 15 minutes 15 മിനിറ്റും കൊണ്ട്, ആഫ്റ്റർ 8 hours and 15 minutes 8 മണിക്കൂറും 15 മിനിറ്റും കൊണ്ട് റീച്ച് എവിടെ എത്തി? കോഴിക്കോട് എത്തി. റീച്ച് അറ്റ് കോഴിക്കോട്. 11:05 AM പുറപ്പെട്ട ഒരു ബസ്, കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട ഒരു ബസ് 8 മണിക്കൂറും 15 മിനിറ്റും കൊണ്ട് കോഴിക്കോടെത്തി. എന്റെ ചോദ്യം എന്താവാം? യെസ്, അറൈവൽ ടൈം ആണ്. ആ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. ഏത് സമയത്താണ് ആ ബസ് കോഴിക്കോട് എത്തിയത്? മൈക്ക്. ആ, ഏത് സമയത്താണ് ആ ബസ് കോഴിക്കോട് എത്തിയത്? 7:20 PM. അപ്പോൾ റൈറ്റ് ആൻസർ 7:20 PM. റൈറ്റ് ആൻസർ 7:20 PM എന്ന് എന്തുകൊണ്ടാണ് വെല്ലി ഓർപ്പിച്ചത്? സർ, ബസ് സ്റ്റാർട്ട് ചെയ്തത് 11:05 AM അത് ബസ് ആഫ്റ്റർ 8 and 15 minutes ആണ് പറഞ്ഞത്. അപ്പോ
മിനിയുടെ കൈവശം 24 സെന്റിമീറ്റർ നീളമുള്ള ഒരു നൂൽക്കമ്പിയുണ്ട്. മിനിയുടെ കയ്യിലുള്ള നൂൽക്കമ്പിയുടെ നീളം ലെങ്ത് 24 സെന്റിമീറ്റർ ആണ്. 24 സെന്റിമീറ്റർ നീളമുള്ള ഈ നൂൽക്കമ്പി കൊണ്ട് കുറെ റെക്ടാങ്കിൾ ഉണ്ടാക്കി. ആ റെക്ടാങ്കിളിന് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ചില അളവുകൾ മിനിക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞില്ല. അത് ഏതായിരിക്കും നിങ്ങൾ കണ്ടെത്തണം. മിനി ലെങ്ത് എടുത്തത് പിന്നെ അതിന്റെ വിഡ്ത്ത് എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ അവിടെ കാണിക്കാം. അതിന് ആ അളവുകൾ കൊണ്ട് നിർമ്മിക്കാൻ കഴിയാത്ത അളവ് ഏതാണെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. മിനി 8 നീളം എടുത്തു, 4 വീതി എടുത്താൽ ലെങ്ത് 8ഉം വിഡ്ത്ത് 4ഉം എടുത്തു കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് നിങ്ങളോട് ചോദ്യം. കഴിയാത്ത ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടത്. 9, 5, 10, 2, 7, 5 ഇതിലേതോ ഒരളവിലും എനിക്ക് കഴിയില്ല. ഇതിലേതാണ് ഇതിൽ കഴിയാൻ പറ്റാത്തത്? കുട്ടികൾ പറയും. 9 and 5. ഈ 9 ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ 5 വിഡ്ത്ത് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് മോളെ കിട്ടുക? 9, 9, 18, 5, 5, 10, 28 കിട്ടുക. നമ്മൾക്ക് എത്രയേ ഉള്ളൂ ഇവിടെ? 24 ഉള്ളൂ. അതുകൊണ്ടാണ് ശരിയാത്തത്. ഇനി 9, 5 ആണ് ഇത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ചോയ്സ്. പക്ഷെ അതേ സമയത്ത് അവർ തന്നിരിക്കുന്നതൊക്കെ ഒന്ന് വെറുതെ നോക്കാം നമുക്ക്. 8ഉം 4 എടുത്ത ക്ലിയർ ആവോ? 8ഉം 4ഉം ഓക്കെ ആണോ? 8, 8, 4, 4, 8, 8, 16, 16, 4, 20, 24 അത് ഓക്കെയാണ്. ഇനി അടുത്തത് 10ഉം 2 എടുത്താൽ റെഡി ആവോ അവളെ? കിട്ടും, അതും ഓക്കെയാണ്. 10, 10, 24. 7ഉം 5 എടുത്താൽ റെഡി ആവോ? 7, 14, 5, 5, 10 ഓക്കെയാണ്. അപ്പൊ റെഡി ആകാത്തത് ഇതാണ് അല്ലേ? എത്ര കുട്ടികൾ അത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്? വരച്ചാൽ മതി. സ്കെയില് പെൻസിലും കയ്യിൽ ഉണ്ടാവുമല്ലോ. തൽക്കാലം റഫായിട്ട് വരച്ചാൽ മതി. ഇത് വരച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയാം. യെസ് സർ. ഹലോ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ ഡി, ഇവിടെ ഇ എന്ന് അടയാളപ്പെടുത്താം. ഇവിടെ നിങ്ങൾക്ക് 5, അടുത്തത് 10 ഒക്കെ ഒരു ചെറിയ ഒരു അളവൊക്കെ ഒരേപോലെ ആയിക്കോട്ടെ. ഇവിടെ 15, ഇവിടെ 20, then 25. ഏഴ് നമുക്ക് 10ന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒരു പെട്ടിയട വരയ്ക്കാം. ബിയെ നമുക്ക് 15ന്റെ അടുത്ത് വരെ കൊണ്ടുവന്നിട്ട് വേറൊരു പെട്ടി വരയ്ക്കാം. സിയെ നമുക്ക് 10ന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് വേറൊരു പെട്ടി വരയ്ക്കാം. ഡിയെ നമുക്ക് 5ലേക്ക് കൊണ്ടുപോയിട്ട് ഒരു പെട്ടി ഡിയില്. അതെന്താ, ആരാ മൈക്ക് ഓൺ ചെയ്ത് വെച്ച് ഇങ്ങനെ വരയ്ക്കാം. ഇത് വരച്ചു കഴിഞ്ഞവര് യെസ് എന്ന് പറയാം. എ, ബി, സി, ഡി. ശരി. എൻ്റെ കുട്ടികളുടെ എൻ്റെ ചോദ്യം ഇതാണ്. ഇത് വെച്ചിട്ട് എൻ്റെ ചോദ്യം എന്താവാം? 4th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് 4th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് കിട്ടിയ ഗ്രേഡിന്റെ ചാർട്ടാണിത്. ഗ്രേഡ് ചാർട്ടാണ്.
എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് കിട്ടിയ കുട്ടിയുടെ ചാർട്ടാണ്. ഇത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് ഇവിടെ ഉള്ളത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രക്ഷിതാക്കൾ, കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ഇത്തരം ചോദ്യങ്ങളാണ് നിങ്ങളുടെ കുട്ടികളോട് LSSന് ചോദിക്കുക. അതുകൊണ്ട് ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ് അവരെ പ്രാക്ടീസ് ചെയ്യിക്കേണ്ടത്. ഈ സൈഡിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 5, 10, 15, 20, 25. ഈ സൈഡിൽ ഗ്രേഡാണ്. എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ്, ഡി ഗ്രേഡ്, ഇ ഗ്രേഡ്. എൻ്റെ ചോദ്യം ഇവിടെ നോക്കികൾ പറയൂ, ഇതിൽ ഇ ഗ്രേഡ് കിട്ടിയ കുട്ടികളുണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 4 കാര്യങ്ങൾ പറയും. ആ 4 കാര്യത്തിൽ ഏതാണ് റോങ്, വിച്ച് ഇസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്? ഇതിൽ തെറ്റായി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് നിങ്ങൾ പറയണം. ഒന്നാമത്തെ ഓപ്ഷൻ 1, എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെയും, ഇപ്പം പറയണ്ട, എല്ലാ ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചതിന് ശേഷം അവസാനം മതി. എ ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെയും നമ്പറും സി ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ നമ്പറും ഈക്വൽ ആണ്. ഇതാണ് ആദ്യത്തെ പ്രസ്താവന. അത് നിങ്ങളെ തീരുമാനിക്കേണ്ടത്. എന്റെ ചോദ്യം ഇതാണ്, വിച്ച് ഈസ് റോങ് എന്നാണ്. റോങ് ആയ കാര്യം ഏതാണെന്നാണ്. രണ്ടാമത്തെ പ്രശ്നം, ഡിയുടെ ഡബിൾ ആണ്, ഇരട്ടിയാണ്, ഡബിൾ ആണ്. ഡിയുടെ ഡബിൾ ആണ്, ഇരട്ടിയാണ് എ. അതാണ് രണ്ടാമത്തെ പ്രസ്താവന. ഡിയുടെ ഇരട്ടിയാണ് എ എന്ന് ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഇതാണ്, ഈ ക്ലാസ്സിലെ ടോട്ടൽ സ്ട്രെങ്ത്, എണ്ണം 40 ആണ്, 40 ആണ്. അത് മൂന്നാമത് കൊടുത്തിരിക്കുന്ന കാര്യമാണ്. നാലാമത് കൊടുത്തിരിക്കുന്ന കാര്യം അത് ശരിക്കും ശ്രദ്ധിക്കുക. എ ഗ്രേഡ് കിട്ടിയ കുട്ടിയും സി ഗ്രേഡ് നേടിയ കുട്ടിയും, എ ഗ്രേഡും സി ഗ്രേഡും നേടിയ കുട്ടികളുടെ എണ്ണവും, എ ഗ്രേഡും സി ഗ്രേഡും നേടിയ കുട്ടികളുടെ എണ്ണവും, അതായത് എ ഗ്രേഡും സി ഗ്രേഡും ആകെ നേടിയ കുട്ടികളുടെ എണ്ണവും ബി ഗ്രേഡ് നേടിയ കുട്ടികളുടെ എണ്ണവും ഈക്വൽ ആണ്, തുല്യമാണ്. ഇതിലേത് പ്രസ്താവനയാണ് റോങ്, തെറ്റായ പ്രസ്താവന? ഫോർത്ത് വൺ. എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ഇത് റോങ് ആണെന്ന് പറയാൻ കാരണം? ഈ ഒന്നാമത്തത് എന്താണ് ശരി? ശരി. അപ്പം എല്ലാ കുട്ടികളും അത് ശരിയായി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരിട്ട് കാണാത്ത ചോദ്യങ്ങളാണ് നമ്മുടെ കുട്ടികളോട് ചോദിക്കുക. ഇനി അടുത്ത ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ കാണാത്ത ചോദ്യമാണ്. ആ ചോദ്യത്തിനാണ് മക്കളെ ആൻസർ കൊടുക്കേണ്ടത്. പെട്ടെന്ന് ടൈപ്പ് ചെയ്യേണ്ട, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ചോദ്യത്തിലേക്ക് തുടങ്ങിയാണ്. ചോദ്യം ശ്രദ്ധിക്കുക. Largest 3-digit number without repeating the digits. Without repeating. ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണേ. Without repeating the digits. Largest 3-digit number without repeating the digits. അതിവിടെ എഴുതുക. Smallest 3-digit number without repeating the digits.
ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ അക്കങ്ങൾ ആവർത്തിക്കാത്തത് ഇവിടെ എഴുതുക. ഇവിടെ എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക എന്നതിന്റെ അർത്ഥം. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദി ഡിജിറ്റ്സ് അത് ഇവിടെ എഴുതുക. അത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. എന്നിട്ട് നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദീസ് ടു? ഈ രണ്ട് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ അക്കങ്ങൾ ആവർത്തിക്കാത്തത് എഴുതിയിട്ട് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ അക്കങ്ങൾ ആവർത്തിക്കാത്തത് എഴുതിയിട്ട് ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് ഇവിടെ രേഖപ്പെടുത്തുക. ആലോചിച്ചാണേ. അതാരാ പറഞ്ഞത്? അപ്പൊ പറയൂ, ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണ് മോളെ അക്കങ്ങൾ ആവർത്തിക്കാത്തത്? 787. ശരി. ഇനി ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ അക്കങ്ങൾ ആവർത്തിക്കാത്തത് ഏതാണ്? 102. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 885. വെരി ഗുഡ്. ഇനി ഇതേ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ശ്രദ്ധിക്കുക. ആദ്യം ടൈപ്പ് ചെയ്തതാണ് ഞാൻ സ്വീകരിക്കും. നിങ്ങളോട് ചോദിക്കുന്നു, ഇതേ ചോദ്യം ഞാൻ 4 ഡിജിറ്റ് നമ്പർ ആണ് ഉദ്ദേശിച്ചതെങ്കിലോ ഏറ്റവും വലിയ നാലക്ക സംഖ്യ വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ്, ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ്, and what is the difference of these two? പെട്ടെന്ന് കണ്ടുപിടിക്കൂ. Largest 4-digit number and smallest 4-digit number without repeating. Without repeating the digits. Clear? Yes or no? Yes, sir. Yes. അപ്പോൾ largest 4-digit number without repeating the digits 9876 ആണ്. Smallest 4-digit number without repeating the digits 1023 ആണ്. ചില കുട്ടികൾ 1 2 3 4 എഴുതിയിട്ടുണ്ട്, തെറ്റാണ്. 023 മൈനസ് ചെയ്താൽ എത്രയാണ് വലിയ? 8853. ഇതാണോ? Yes, sir. Yes. Yes, sir. എത്ര കുട്ടികൾക്ക് ഇത് കിട്ടിയിട്ടുണ്ട്? ആ കുട്ടികളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്യൂ. ശരി. കുട്ടികളുടെ കൂടെ രക്ഷിതാക്കൾ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എല്ലാവരുടെയും മൈക്ക് ഓൺ ചെയ്ത് വെക്കാം. അവരുടെ കൺട്രോളിനനുസരിച്ച് കുട്ടികൾ പറയുമെങ്കിൽ എല്ലാ കുട്ടികൾക്കും പ്രതികരിക്കാം. എല്ലാ കുട്ടികളും 55 മിനിറ്റ് 2 മീഡിയം കുട്ടികളിൽ ഉള്ളതുകൊണ്ടാണ് 55 മിനിറ്റ് യാത്ര ചെയ്ത് 1:10 PM വീട്ടിലെത്തി. അൻപത്തിയഞ്ച് മിനിറ്റ് യാത്ര ചെയ്ത് 1:10 PM രാജു വീട്ടിലെത്തിയത്. രാജു സ്റ്റാർട്ട് ചെയ്ത സമയം എത്ര? വലിയ ചോദ്യം ഒന്ന് 2 ഭാഷയിൽ വായിച്ചു. രാജു 55 മിനിറ്റ് യാത്ര ചെയ്ത് 1:10 വീട്ടിലെത്തി. എപ്പോഴാണ് യാത്ര തുടങ്ങിയത്? 12:15 PM. 12:15 PM ആണ്. എങ്ങനെയാ കിട്ടിയത്? ഒന്നേ 10 വീട്ടിലെത്തിയത്. 1:10 നമുക്കൊരു കാര്യം ചെയ്താലോ? 1:10 1 മണിക്കൂറും കുറച്ചാലോ? എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് കുറച്ച് കഴിഞ്ഞാലോ? 1:10 നിന്ന് 60 മിനിറ്റ് 1 മണിക്കൂർ കുറച്ചാൽ അത് 12:10 ആവുക അല്ലേ? കാരണം സത്യത്തിൽ നമ്മൾ മൈനസ് ചെയ്യേണ്ടത് 55 മിനിറ്റ് അല്ലേ? അപ്പൊ ആ 5 ഇവിടെ കൂട്ടിക്കൊടുത്താൽ പോരെ മോളെ?
അപ്പൊ 12:15 അല്ലേ? Yes. AM ആണോ PM ആണോ? PM. ബെല്ലിയ, ഇത് AM ആണോ PM ആണോ? PM. അപ്പോൾ കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ AM PM എഴുതാനും വിട്ടു അപ്പോൾ മാർക്കും പോകും. അപ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് എഴുതണം. 1 അവറും 15 മിനിറ്റ്സുമാണ് 1 അവറും 15 മിനിറ്റ്സുമാണ് ചിനു പഠനത്തിന് ഉപയോഗിച്ചത്. പഠനത്തിന് പഠിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറും 15 മിനിറ്റ് എടുത്തു. ചിനു അന്ന് 20 മിനിറ്റ് TV കണ്ടു. ചിനു 35 മിനിറ്റ് കളിക്കാനെടുത്തു. എന്തൊക്കെയാ ഇപ്പൊ ചിനു ചെയ്തത് മോളെ ബെന്നിയ? Sir, 1 hour and 15 minutes study ചെയ്തു, 20 minutes TV കണ്ടു, and 35 minutes കളിച്ചു. 35 മിനിറ്റ്സ് കളിച്ചു. ഓക്കെ. അപ്പോ ചിനു ആകെ ചെലവഴിച്ച സമയം എത്ര? എല്ലാവരും കുട്ടികളും ടൈപ്പ് ചെയ്തോളൂ. 2 hours and 10 minutes. 2 hours and 10 minutes. ഇത് എങ്ങനെയാ വലിയ 2 hours 10 minutes കിട്ടുന്നത്? ഞാൻ അൽഫയോട് ചോദിക്കാം. അൽഫ, ഈ 2 hours 10 minutes എങ്ങനെ കിട്ടുന്നു? എങ്ങനെ പ്ലസ് ചെയ്തു? 75 ലിച്ചു, അതായത് കുട്ടിയില്ലേ ലിച്ചോ കേൾക്കാം. 75 20 പിന്നെ 35. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ എത്രയാണ് പറയും? ഇത് മൊത്തം കൂട്ടിയാൽ എത്രയാണ്? എന്റെ ചോദ്യം അതാണ്. 130. ഓക്കെ, 130. ഈ 75 എനിക്ക് എങ്ങനെയാ കിട്ടിയത്? 1 മണിക്കൂർ 15 മിനിറ്റ് മിനിറ്റിലേക്ക് മാത്രം മാറ്റി. അപ്പൊ 75 കിട്ടി, 20 വേറെ കിട്ടി, 35 വേറെ കിട്ടി. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ എത്രയാണ്? 130. ഈ 130 എന്ന സമയം എങ്ങനെ നമ്മള് 130 എങ്ങനെയാണ് ഇങ്ങനെ വന്നത്? 60 പ്ലസ് 60 പ്ലസ് 10 ആണോ? 60 പ്ലസ് 60 പ്ലസ് 10 ആണ്. ഈ 60 പ്ലസ് 60 എത്രയാണ്? 120. 120 എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാ? 2 hours 10 minutes. ഓക്കെ, ഞാനിപ്പോ മൈക്ക് ഒന്ന് ഓൺ ചെയ്യാണ്. ഓരോ ചോദ്യം തരുമ്പോഴും മൈക്ക് ഓൺ ചെയ്യുന്നുണ്ട്. ഇത് പ്രയാസമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ആ കുട്ടികളെ കൂടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് പറയാം. ഇതുവരെ വന്നിരിക്കുന്ന ഏത് ചോദ്യമായാലും പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ മൈക്ക് ഓൺ ചെയ്യാണ്. യെസ്, പറയാം. ഓക്കെ ആണോ? ഓക്കെ, ഞാന് മക്കള് ഞാന് ഓക്കെ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ഓക്കെ എന്ന് പറയണ്ട. ചോദ്യം ഇതാണ്. ഇതിലും ഇതുവരെ തന്നിരിക്കുന്ന 6:30 മുതൽ 7:30 മുതൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി വിശദീകരിക്കണമെങ്കിൽ മാത്രമാണ് കുട്ടികൾ പറയേണ്ടത്. ഓക്കെ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ചോദ്യം കുട്ടികളെല്ലാം പറയേണ്ട, രക്ഷിതാക്കളാണ് പറയേണ്ടത് കൂടെ ഇരിക്കുന്നത്. ഏതെങ്കിലും വിശദീകരിക്കണുണ്ടോ? എന്താ മോനാണോ മോളാണോ? എന്താ പേര്? ഏത് സ്കൂളാ? പ്രോവിഡൻസ് ജൂനിയറിലുള്ള മോളാണ്. എന്താ ചോദ്യം? ലാസ്റ്റത്തെ ചിന്നുവിന്റെ കാര്യമാണോ? ഓക്കെ, അൽഫ, ആ ചിന്നുവിന്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കും മോളെ. പഠിക്കാൻ എടുക്കുന്ന സമയം 1 മണിക്കൂറും 15 മിനിറ്റുമാണ്.
20 മിനിറ്റ് ടി വി കണ്ടു. ആയിക്കോട്ടെ 35 മിനിറ്റ് കളിച്ചു. ആയിക്കോട്ടെ. എന്റെ ചിഹ്നെല്ലാം കൂടി എത്ര സമയം കഴിഞ്ഞു? ആയിക്കോട്ടെ. ഇതാണോ കിട്ടുന്നത്? ആണോ? യെസ്. ഇനി എന്താണ് മറുപടി? ഈ സംഭവം മണിക്കൂറിലേക്ക് മാറ്റുന്നു. രണ്ട് വഴിയിൽ ചെയ്യാം. ഈ 1:15 നമുക്ക് മിനിറ്റിലേക്ക് ആക്കിയല്ലോ. ഓക്കെ. ഇനി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാലോ. ഈ 1:70 ചില്ലറാക്കിക്കൂടെ? 60 + 10 നേരിക്കൂടെ? ഓക്കെ. അപ്പം 1 മണിക്കൂറും 60 + 10. നേരത്തെ ആ ചോദ്യം ചോദിച്ച ശിവാനിയാണ് മറുപടി പറയേണ്ടത്. ശിവാനി കേൾക്കാമോ? യെസ്. ശിവാനി, ഈ 60 + 10 എന്ന് എഴുതാൻ ഞാൻ കാരണം എന്താണ്? കാരണം 60-നേക്കാൾ കൂടുതൽ സമയം പോകില്ല. അല്ല, ഞാൻ അതന്നെ ചോദിക്കുന്നത്. 70 എന്ന സംഖ്യയെ ഞാൻ 60 + 10 എന്ന് എഴുതി നോക്ക്. ക്ലിയർ ആയോ? ഈ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മണിക്കൂർ. ആ 60 മിനിറ്റിന് ഈ 1 ചേർത്തോ. അപ്പൊ 2 മണിക്കൂർ ആവൂലേ? അപ്പൊ 2 മണിക്കൂർ 10 മിനിറ്റും ഓക്കെ അല്ലേ? അത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പം വേറെ ആർക്കും ക്ലിയർ ആകത്തും ഇല്ലല്ലോ? എനിക്കൊരു ഡൗട്ട് ഉണ്ട് സർ. ചോദിച്ചോളൂ. സർ, രാജു 55 മിനിറ്റ് യാത്ര ചെയ്തു. 1:10 PM വീട്ടിലെത്തി. വാട്ട് ഇസ് സ്റ്റാർട്ടിംഗ് ടൈം സർ? അതെനിക്ക് മനസ്സിലായില്ല സർ. 1:10 വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ രാജു. എനിക്ക് 1:10 PM എന്ന് പറഞ്ഞാൽ ഉച്ചക്കാണോ എപ്പോഴാണ്? ഈ 1:10 PM എന്ന് പറഞ്ഞ സമയം ഉച്ചക്കാണോ അല്ലെങ്കിൽ അർദ്ധരാത്രിയാണോ? ഓക്കെ. അപ്പൊ 1:10 എത്തി. ആ സമയം നമ്മളെ മനസ്സിൽ വേണം. ശരി. രാജു 55 മിനിറ്റാണ് കറങ്ങിയത്. 55 മിനിറ്റ് യാത്ര ചെയ്തിട്ടാണ് 1:10 വീട്ടിലെത്തിയത്. ഈ 55 മിനിറ്റ് കുറയ്ക്കുന്നതിനേക്കാൾ സുഖം ഈ 55 എന്നുള്ളത് നമ്മൾ 60 മിനിറ്റ് ആക്കി മാറ്റുക. ഒരു 5 തൽക്കാലം അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറല്ലേ? ഹലോ, എന്താ പിന്നെ മിണ്ടാത്തത്? ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ മിണ്ടുന്നില്ല. ആ കുട്ടിയോടാണ് എൻ്റെ ചോദ്യം. 60 മിനിറ്റ് തന്നെ 1 മണിക്കൂറാണോ? യെസ്. മറുപടി പറയണോ, എന്നാലല്ലേ എനിക്കത് മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 60 മിനിറ്റ് 1 മണിക്കൂറാക്കി മാറ്റിയിട്ട് രാജുവിന് ഉച്ചക്ക് 1:10 നിന്ന് 1 മണിക്കൂർ കുറഞ്ഞാൽ എത്രയാണ്? അവർ 12:10. ഇത് 1 മണിക്കൂർ ആയിരുന്നെങ്കിൽ 12:10 വീട്ടിലെത്തിയേനെ. പക്ഷേ രാജു 55 മിനിറ്റാണ് യാത്ര ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ 5 എന്ത് ചെയ്യണം? 5 10-ന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ 5 10-ന്റെ കൂടെ ആഡ് ചെയ്താൽ എത്രയാ? 12:15. ബെല്ലിയ, ഈ സംഭവം ശരിയല്ലേ? ശരിയാണ്. റാണി started her journey. റാണി അവളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. at 11:45 AM 11:45 പുറപ്പെട്ടത്. റീച്ച് ഹോം, വീട്ടിൽ എത്തിയത്. റീച്ച് ഹോം ആഫ്റ്റർ 1 hour and 25 minutes. 1 മണിക്കൂറും 25 മിനിറ്റ് കഴിഞ്ഞാണ് വീട്ടിലെത്തിക്കുള്ളൂ. അപ്പം വീട്ടിലെ എത്തിയ സമയം ആ ചോദ്യം വെല്ലിയാന്ന് ക്ലിയർ ചെയ്ത് വെക്കും. ചോദ്യം ഇവിടെ ക്വസ്റ്റ്യൻ, റാണി started her journey at 11:45 AM, reached home after 1 hour and
25 minutes. ശരി, ചോദ്യം എന്താണ്? അപ്പോ റാണി എത്തിയ ടൈം ആണ് ചോദിക്കുന്നത്. ഈ 11:45 പോലത്തെ ടൈം. അറൈവൽ ടൈം അല്ലേ? Yes sir. ആ, എത്ര മണിക്കാണ് എത്തിയതല്ലേ ചോദ്യം? ഓക്കെ, എന്താ ചെയ്യേണ്ടത്? കുട്ടികളെ ടൈപ്പ് ചെയ്ത് എത്രയാ നോക്കൂ. 11:45 പുറപ്പെട്ടു. 1 മണിക്കൂറും 25 മിനിറ്റും കൂടി നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ എത്രയാ കിട്ടുക? 12:70. ഈ 70 ചില്ലറയാക്കിയാലോ? 60 + 10. ഓക്കെ, ഈ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60. ഇത് പറയൂ, 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണോ അല്ലയോ? അത് വിട്ടേക്ക്, എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. വെല്ലിയ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മണിക്കൂറല്ലേ? 1 അവർ. അപ്പൊ 12-ൽ നിന്ന് 1 മണിക്കൂർ കൂടിയാൽ 1 മണി സമയമാകുമല്ലോ. ശരി, അപ്പൊ 1 മണി കഴിഞ്ഞാൽ പിന്നെ 10 മിനിറ്റ് കൂടെ ഇവിടെ ബാക്കിയുള്ളത്. ഇത് AM ആണോ PM ആണോ? PM. അത് പ്രത്യേകം എഴുതണേ മക്കൾ. AM 20 മാർക്കാണെന്ന് പറഞ്ഞല്ലോ. അതിൽ 10 മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അത് 10 മാർക്ക് ഓരോ മാർക്കിന്റെ ചോദ്യമാണ്. പിന്നെ വരുന്ന 10 മാർക്ക് 2 ചോദ്യം ഉണ്ടാവും. ഒരു ചോദ്യത്തിന് 5 മാർക്കാണ്. അപ്പോൾ 2 5 10, 10 10 20. ആ 2 മാർക്ക് ചോദ്യങ്ങൾ, 5 മാർക്കിൻ്റെ ആ 2 ചോദ്യം, അതിൽ കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ഡിവിഷൻ, സബ്സ്ട്രാക്ഷൻ ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട് അത് നന്നായിട്ട് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും കുട്ടികൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പഠിക്കാത്തതിൻ്റെ പ്രയാസം ഇവരുടെ പേപ്പറിൽ പ്രകടമാകാറുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ഉറക്കേണ്ടതുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ധാരാളം തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തന്നെ വരുന്നുണ്ട്. അമ്മയുടെ അമ്മക്ക് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്ക്ലെറ്റ് അല്ല, ഇതിന്റെ PDF ഉണ്ട്. ഇതിന്റെ ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഈ PDF 10-25 പേജുള്ള ഒന്നിച്ച് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുട്ടി പോലും നോക്കില്ല. അപ്പോൾ കുറേശ്ശെ ഞാൻ ഇട്ടുതരാം. ഒരു 10 ചോദ്യം എന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് ഷെയർ ചെയ്ത് തരാം. ചിലപ്പോൾ ജിഷ മിസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇത് കേരളത്തിൽ മൊത്തം ഓടി നടക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ കേട്ടോ. അതുകൊണ്ട് ചിലപ്പം പിന്നെ ഇവരുടെ പ്രശ്നം എവിടെയാ വരിക എന്ന് പറഞ്ഞാൽ, അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, കലണ്ടർ വലിയ വിഷയമാണ്. കലണ്ടർ മാത്സില് ചില ചോദ്യങ്ങൾ കുറച്ച് കഠിനമായിട്ട് അവർക്ക് തോന്നാം. ഉദാഹരണത്തിന് ഒരു കലണ്ടറിൽ 4 അടുത്തടുത്ത കള്ളിയിലെ എല്ലാ സംഖ്യകളും കൂട്ടിയപ്പോൾ 44 ചെറുതേത്? ഒരു കലണ്ടറിലെ 9 കള്ളിയിലെ എല്ലാ സംഖ്യകളും കൂട്ടിയപ്പോൾ 99 വലുതേത്? ഇതെന്നായിക്കോട്ടെ ഇന്നത്തെ ഹോംവർക്ക്. 4 അടുത്തടുത്ത കള്ളിയിലെ സംഖ്യകൾ കൂട്ടിയപ്പോൾ 44 കിട്ടുന്നു. 9 അടുത്തടുത്ത കളിയിലെ എല്ലാ സംഖ്യകളും കൂട്ടിയപ്പോൾ എനിക്ക് 99 കിട്ടുന്നു. ഇതിൽ വലുതേതെന്നും ഇതിൽ ചെറുതേതും എന്നാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങളൊക്കെ കലണ്ടറിൽ സ്ഥിരം വരുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ അതിനേക്കാളും വലിയ 2 ചോദ്യമാണ് നേരത്തെ ഞാൻ കൊടുത്തത്. അത് രക്ഷിതാക്കൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇൻ എ പർട്ടിക്കുലർ മന്ത് ദ ഡേയ്സ് ഓഫ് 3 വെനസ്ഡേയ്സ് ആർ ഈവൻ നമ്പേഴ്സ് എന്ന ചോദ്യം ഹയർ ലെവലാണ്. അത് കുട്ടികൾ പിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു ചോദ്യം എന്തായിരുന്നു മക്കളെ, ഓർക്കുന്നുണ്ടോ? കലണ്ടറായിട്ട് ബന്ധപ്പെട്ട് വെല്ലിയ
അതേ ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് കലണ്ടറിൽ നമ്മൾ 3 വെനസ്ഡേസ് ആർ ഈവൻ നമ്പേഴ്സ് കൂടാതെ വേറെ 5 ദർ ആർ 5 വെനസ്ഡേസ്. ആ, അതൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് കൂടിയ ചോദ്യങ്ങളാണ്. അതൊക്കെ സ്ട്രോങ് കൂടിയ ചോദ്യങ്ങളാണ്. അത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മറ്റ് ചോദ്യങ്ങളൊക്കെ കലണ്ടറിൽ ഈസി ആയിരിക്കും. 24 ജനുവരി 10 മുതൽ 2024 ഏപ്രിൽ 15 വരെ എത്ര ദിവസം എന്നാണ് മലയാളത്തിലൂടെ ടൈപ്പ് ചെയ്തത്. ഇനി അത് ഇംഗ്ലീഷ് വേർഷൻ ഇതാണ്. 2024 January 10th to 2024 April 15th. How many days? ഇപ്പൊ വേണ്ട, ഓവർക്കായിട്ട് കണക്കാക്കിയാൽ മതി. ശരി, ഇതാണ് ഇന്നത്തെ ചോദ്യം. അതുപോലെ അതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട ചോദ്യമാണ് നേരത്തെ കലണ്ടറിലുള്ള 4 അടുത്തടുത്ത കള്ളികളും അതുപോലെ 9 ചെറിയ കള്ളികൾ തന്നിട്ട് ഇത് 44 തന്നതും ഇത് 99 തന്നതും. ഇതിൽ വലുതാണ് കണ്ടെത്തേണ്ടത്, ഇതിൽ ചെറുതാണ് കണ്ടെത്തേണ്ടത്. ഈ ചോദ്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.